എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ് സോഷ്യൽ സയൻസിൽ എക്കണോമിക്സ് ഭാഗത്തിലെ 6ാമത്തെ ചാപ്റ്ററിന്റെ പേര് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്നാണ്. ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ച എന്ന് പറയാം. സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിലുണ്ടാകുന്ന വർധനവാണ്. ഒരു രാജ്യത്തിന്റെ ആകെ ഉൽപാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ചുണ്ടാകുന്ന വർധനവിനെയും നമുക്ക് സാമ്പത്തിക വളർച്ച എന്ന് പറയാം. ഒരു രാജ്യത്തിന്റെ ആകെ ഉൽപാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ചുണ്ടാകുന്ന വർധനവിനെയും നമുക്ക് സാമ്പത്തിക വർധനവ് എന്ന് പറയാൻ കഴിയും. മുൻ വർഷത്തെ അപേക്ഷിച്ച് നടപ്പു വർഷം ദേശീയ വരുമാനത്തിലുണ്ടായ വർധനവിന്റെ നിരക്കാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് നടപ്പു വർഷം ദേശീയ വരുമാനത്തിലുണ്ടായ വർധനവിനെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ജീവിത ഗുണനിലവാരം കൂടി ഉയരുന്നതാണ് നമ്മുടെ സാമ്പത്തിക വികസനം എന്ന് പറയും. സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം തന്നെ നമ്മുടെ ജീവിത നിലവാരത്തിലും കൂടി വർധനവ് ഉണ്ടാവും. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം ഉയരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നോക്കാം. എല്ലാവർക്കും പോഷകാഹാര ലഭ്യത, എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ, എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, എല്ലാവർക്കും ശുദ്ധജല ലഭ്യത എന്നിവയാണ്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം ഉയരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പോഷകാഹാര ലഭ്യത ഉണ്ടാവും, എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും ശുദ്ധജല ലഭ്യതയും ഉണ്ടാവും. ഇതാണ് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം ഉയരുന്ന സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. വികസന സൂചികകൾ ഏതൊക്കെയാണ് എന്നും നോക്കാം. പ്രതിശീർഷ വരുമാനം, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക എന്നിവയാണ് വികസന സൂചികകൾ. ഒന്നുകൂടെ വികസന സൂചികകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിശീർഷ വരുമാനം, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക എന്നിവയാണ്. വികസന സൂചികകളിൽ ഏറ്റവും ലളിതവും ആദ്യകാലത്ത് മുൻഗണന നൽകി പരിഗണിച്ചിരുന്നതുമായ വികസന സൂചികയാണ് പ്രതിശീർഷ വരുമാനം. വികസന സൂചികകളിൽ ഏറ്റവും ലളിതവും ആദ്യകാലത്ത് മുൻഗണന നൽകി പരിഗണിച്ചിരുന്നതുമായിട്ടുള്ള ഒരു വികസന സൂചികയാണ് പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് നമ്മുടെ പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനത്തിന്റെ വികസന സൂചികയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത മേഖലകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാല് വിദ്യാഭ്യാസം, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവയാണ്. ഈ ഒരു പ്രതിശീർഷ വരുമാനത്തിന്റെ വികസന സൂചികയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത മേഖലകൾ ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസം, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രതിശീർഷ വരുമാനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുൻ വർഷങ്ങളുടേതുമായി താരതമ്യം ചെയ്യാൻ നമ്മൾ പ്രതിശീർഷ വരുമാനം പ്രയോജനപ്പെടുത്താറുണ്ട്. വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ താരതമ്യം ചെയ്യാനും നമ്മൾ പ്രതിശീർഷ വരുമാനം ഉപയോഗപ്പെടുത്താറുണ്ട്. പ്രതിശീർഷ വരുമാനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുൻ വർഷങ്ങളുടേതുമായി താരതമ്യം ചെയ്യാൻ, വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ താരതമ്യം ചെയ്യാനൊക്കെ നമ്മൾ പ്രതിശീർഷ വരുമാനം ഉപയോഗിക്കാറുണ്ട്. ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ എന്ന് കണ്ടെത്തുന്നതിന് നിരീക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് നോക്കണം, ജനസംഖ്യാ വളർച്ചാ നിരക്ക് നോക്കണം എന്നിവയാണ് രണ്ടെണ്ണം.
ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ എന്ന് കണ്ടെത്തുന്നതിന് നിരീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക്, ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്നിവ എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രതിശീർഷ വരുമാനത്തേക്കാൾ കുറച്ചുകൂടി ശാസ്ത്രീയമായി ഉയർന്നു വന്ന വികസന സൂചികയാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത്. ഈ പ്രതിശീർഷ വരുമാനത്തേക്കാൾ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു വികസന സൂചികയായിരുന്നു ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക എന്നുള്ളത് ഓർത്തിരിക്കുക. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്ന വർഷം 1979 ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്ന വർഷം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1979 ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയുടെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാ നോക്കാം. പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, അടിസ്ഥാന സാക്ഷരത എന്നിവയാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയുടെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, അടിസ്ഥാന സാക്ഷരത എന്നിവയാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയുടെ അടിസ്ഥാനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. മാനവ വികസനം മാനദണ്ഡമാക്കിയുള്ള സാമ്പത്തിക വികസനമാണ് മാനവ വികസന സൂചിക എന്ന് പറയുന്നത്. മാനവ വികസനം മാനദണ്ഡമാക്കിയിട്ടുള്ള സാമ്പത്തിക വികസനമാണ് മാനവ വികസന സൂചിക. ഒന്നുകൂടെ, മാനവ വികസനം മാനദണ്ഡമാക്കിയിട്ടുള്ള സാമ്പത്തിക വികസനമാണ് മാനവ വികസന സൂചിക എന്ന് പറയുന്നത്. മാനവ വികസനം എന്ന ആശയത്തെക്കുറിച്ച് മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ് മാനവ വികസനം എന്ന് അഭിപ്രായപ്പെട്ടത് ഐക്യരാഷ്ട്ര വികസന സമിതി അഥവാ UNDP ആണ്. അപ്പൊ ഈ മാനവ വികസനം എന്ന ആശയത്തെ UN പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര വികസന സമിതി UNDP പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ് മാനവിക വികസനം എന്നാണ് ഐക്യരാഷ്ട്ര വികസന സമിതി പറഞ്ഞിട്ടുള്ളത്. മാനവ വികസനം സാധ്യമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം, കൂടുതൽ പരിശീലനം. മാനവ വികസനം സാധ്യമാക്കുന്ന ഘടകങ്ങളാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം, കൂടുതൽ പരിശീലനം എന്നിവ. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം. പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും, ആയുർദൈർഘ്യം എന്നിവയാണ്. ഒന്നുകൂടെ, പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും, ആയുർദൈർഘ്യവും എന്നിവയൊക്കെയാണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. മാനവ വികസന സൂചികയുടെ മൂല്യം 0-നും 1-നും ഇടയിലായിരിക്കും. മാനവ വികസന സൂചികയുടെ മൂല്യം 0-നും 1-നും ഇടയിലായിരിക്കും. ലോകരാഷ്ട്രങ്ങളെ മാനവ വികസന സൂചികയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നത് UNDP അഥവാ ഐക്യരാഷ്ട്ര വികസന പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ലോകരാഷ്ട്രങ്ങളെ മാനവ വികസന സൂചികയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നത് UNDP ആണ്. UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 1990-ലാണ്. UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 1990. 2016 ഇന്ത്യയുടെ മാനവ വികസന സൂചികയുടെ മൂല്യം 0.624 ആണ്. 2016 ഇന്ത്യയുടെ മാനവ വികസന സൂചികയുടെ മൂല്യം 0.624. മാനവ വികസന സൂചികയുടെ പൂരകമായി ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക. മാനവ വികസന സൂചികയുടെ പൂരകമായി ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക.
മാനവ ദാരിദ്ര്യ സൂചികയുടെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 1997 മാനവ ദാരിദ്ര്യ സൂചികയുടെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 1997. മാനവ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സുദീർഘവും ആരോഗ്യകരവുമായ ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് മാനവ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുക. ഏതൊക്കെയാണ്? സുദീർഘവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് മാനവ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുക. മാനവ സന്തോഷ സൂചികയ്ക്ക് അംഗീകാരം നൽകിയത് ഐക്യരാഷ്ട്രസഭ. മാനവ സന്തോഷ സൂചികയ്ക്ക് അംഗീകാരം നൽകിയത് ഐക്യരാഷ്ട്രസഭയാണ്. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാനാണ്. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ചിട്ടുള്ള രാജ്യം ഭൂട്ടാൻ. UNODE മാനവ സന്തോഷ സൂചിക കണ്ടുപിടിക്കുന്നതിന് പരിഗണിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണം, സാമൂഹിക ജീവിതവും അയൽപ്പക്ക ബന്ധവും, അഴിമതിരഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം, മാനസികാരോഗ്യം എന്നിവയാണ്. ഒന്നുകൂടെ, മാനവ സന്തോഷ സൂചിക കണ്ടുപിടിക്കുന്നതിന് പരിഗണിക്കുന്ന സൂചകങ്ങളാണ് ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണം, സാമൂഹിക ജീവിതവും അയൽപ്പക്ക ബന്ധവും, അഴിമതിരഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം, മാനസികാരോഗ്യം എന്നിവ. 2021 മാനവ സന്തോഷ സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 139. 2021 മാനവ സന്തോഷ സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 139. 2021 ആനന്ദ സൂചികയിൽ ലോകരാഷ്ട്രങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഫിൻലാൻഡ് ആണ്. 2021 ആനന്ദ സൂചികയിൽ ലോകരാഷ്ട്രങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യയിൽ വികസനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ദാരിദ്ര്യം. ഇന്ത്യയിൽ വികസനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ദാരിദ്ര്യം. ദാരിദ്ര്യത്തെ കൂടാതെ ഒരു രാജ്യത്തിന്റെ വികസനം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിരക്ഷരത, തൊഴിലില്ലായ്മ, പോഷകാഹാരക്കുറവ്, പട്ടിണി മരണം, കടുത്ത സാമ്പത്തിക അസമത്വങ്ങൾ എന്നിവയാണ്. ദാരിദ്ര്യത്തെ കൂടാതെ ഒരു രാജ്യത്തിന്റെ വികസനം നേരിടുന്ന വെല്ലുവിളികൾ നിരക്ഷരത, തൊഴിലില്ലായ്മ, പോഷകാഹാരക്കുറവ്, പട്ടിണി മരണം, കടുത്ത സാമ്പത്തിക അസമത്വങ്ങൾ എന്നിവയാണ്. രാജ്യത്തിന്റെ വികസനം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അസമത്വം. ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട അസമത്വമാണ് സമ്പത്തിലുള്ള അസമത്വം, വരുമാനത്തിലുള്ള അസമത്വം, ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം എന്നിവ. രാജ്യത്തിന്റെ വികസനം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അസമത്വം. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട അസമത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് സമ്പത്തിൽ അസമത്വമുണ്ട്, വരുമാനത്തിൽ അസമത്വമുണ്ട്, ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വമുണ്ട്. ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കലോറിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുക. ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കലോറിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഓർത്തിരിക്കുക. ഗ്രാമപ്രദേശത്ത് ദിവസം എത്ര കലോറി ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാരം ലഭിക്കാനുള്ള വരുമാനമില്ലെങ്കിലാണ് ഒരു വ്യക്തി ദാരിദ്ര്യത്തിലാണെന്ന് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ 2400 കലോറിയാണ്. അതായത് ഒരു ഗ്രാമപ്രദേശത്ത് 2400 കലോറി ഊർജം വാങ്ങി കഴിക്കാനുള്ള വരുമാനമില്ലെങ്കിൽ അയാള് ദാരിദ്ര്യത്തിലാണെന്ന് ഇന്ത്യക്കാര് പറയും. നഗരപ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ ദരിദ്രനല്ല എന്ന് കണക്കാക്കണമെങ്കിൽ അയാൾക്ക് ദിവസം എത്ര കലോറി ഊർജം പ്രദാനം ചെയ്യാൻ കഴിയണം? 2100 കലോറി. അതായത് 2100 കലോറി ഉള്ളൊരു വ്യക്തി, 2100 കലോറിയുടെ ഭക്ഷണം വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ എന്തായിരിക്കില്ല? ദരിദ്രൻ ആയിരിക്കില്ല. നഗരപ്രദേശങ്ങളിൽ കേട്ടോ. ഇപ്പൊ നഗരപ്രദേശങ്ങളിൽ PSC നിരന്തരം ചോദിച്ചിട്ടുള്ളതാണ്. ഗ്രാമപ്രദേശത്ത് കൂടുതൽ ഊർജം വേണം, അതുകൊണ്ട് 2400 കലോറി. നഗരപ്രദേശങ്ങളിൽ കുറച്ച്
വർക്കൊക്കെ വരുന്നതുകൊണ്ട് 2100 കലോറി ഇങ്ങനെ ഓർത്താൽ മതി. ചില പ്രദേശങ്ങൾ വികസനത്തിൽ മുൻപന്തിയിലും ചില പ്രദേശങ്ങൾ പിന്നോക്കവും നിൽക്കുന്ന അവസ്ഥയാണ് പ്രാദേശികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ. ചില പ്രദേശങ്ങൾ വികസനത്തിൽ മുൻപന്തിയിൽ നിൽക്കും, ചില പ്രദേശങ്ങൾ പിന്നോക്കവും നിൽക്കും. ഇതാണ് പ്രാദേശികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. മാനവ മുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത വികസന സമീപനമാണ് സുസ്ഥിര വികസനം. മാനവമുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത വികസന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാരിസ്ഥിതിക ലക്ഷ്യങ്ങളുണ്ട്, സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്, സാമൂഹിക ലക്ഷ്യങ്ങളുണ്ട്. സുസ്ഥിര വികസനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ എന്നിവ. ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും PSC ചോദിച്ചു കണ്ടിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.